ഹലോ ഹായ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. വീണ്ടും ഒരാഴ്ചയായി. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും രാവിലെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ രാവിലെ വേറെ കുറച്ച് ആവശ്യങ്ങളായിട്ട് പോകേണ്ടി വന്നത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഞങ്ങൾ നിൽക്കുന്നത് ലുലു മാളിലാണ്. ലുലു മാളിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധനം മേടിക്കാൻ വന്നതാണ്. ഇവിടെ എന്താ പറയുക, നമ്മുടെ ചോക്ലേറ്റ് ഫെസ്റ്റ് നടക്കില്ല, ചോക്ലേറ്റിൻ്റെ സംഭവം. അതിൻ്റെ ചോക്ലേറ്റ് ഫെസ്റ്റ് അല്ലേ. അപ്പോൾ ചോക്ലേറ്റ് ഇന്നും കൂടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇവള് ചോക്ലേറ്റ് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പൊക്കിക്കൊണ്ട് വന്നതാണ്. അതിനകത്ത് കയറി നോക്കട്ടെ എന്താ സംഭവം അറിയില്ല. അപ്പോൾ എന്തായാലും അത് നോക്കാമെന്നും പറഞ്ഞ് വന്നപ്പോൾ നല്ല ഈ മുട്ടായി വാങ്ങിക്കാനാണോ ഈ ആൾക്കാർ എത്ര വന്നത് എനിക്കറിയില്ല. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2 വീലറിലായതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങെത്തി. കാറിലായിരുന്നു ഇന്ന് കയറാൻ പറ്റില്ലായിരുന്നു. ബ്ലോക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ എൻട്രൻസിലെത്തി. അകത്തേക്ക് കയറാൻ പോകുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പം നമുക്ക് നോക്കാം. പക്ഷെ അതിനകത്ത് അലൗഡ് അല്ല കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എടുക്കായിരുന്നു. അതിനകത്തൊട്ടും ആളില്ലാത്തതിൻ്റെ കുഴപ്പമില്ല. കാണിച്ചു തരാം കേട്ടോ. തിരക്ക് രക്ഷയില്ലാത്ത തിരക്കാണ്. എവിടെയാണ് ഇനി ചോക്ലേറ്റ് ക്രീം കൂടെ. ശരിക്കും സ്കൂൾ നാളെ ഓപ്പൺ അല്ല. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കാണ് കൂടുതൽ. രക്ഷയായിരുന്നു. പിന്നെ അതൊക്കെ നേരത്തെ മേടിച്ചൊന്നും കുഴപ്പമില്ല. നമുക്ക് നേരത്തെ സ്കൂൾ തുറന്നു, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതിനുള്ള തിരക്കാണ് ശരിക്കും. അവിടെയാണ് ഒത്തിരി ആൾ പുറത്തല്ലേ സെറ്റ് ചെയ്തെങ്കിലും. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. നമ്മളിപ്പോൾ എന്തായാലും അതിനകത്തോട്ട് കയറാൻ പോകുന്നു. എന്തായാലും നമ്മൾ മേടിച്ചിട്ട് കാണിച്ചു തരാം. മാങ്ങ മുക്കി കയറി പോവും. ഇങ്ങനെ മണക്കാൻ നിന്ന വൺ എറ്റേണിറ്റി ലേറ്റർ. ഇതിലൊരു അവസാനം ഇല്ല. ഒന്ന് വാ പെണ്ണേ. കൊച്ചു പിള്ളേരെ കല്ലും കഷ്ടമുള്ള കൊച്ചതിൻ്റെ കാര്യം. കൊച്ചു പിള്ളേരെ കല്ലും കഷ്ടമാണല്ലോ. മൂട്ടുകൂടെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കുറച്ചെടുത്തു. പിന്നെ ചോക്ലേറ്റ് മേടിച്ചു. ഇന്ന് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ബാക്കി നമുക്ക് വീട്ടിൽ പോയി ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി. നമ്മളിവിടെ വന്നത് ഒരു 6 മണി സമയത്താണ്. ഇപ്പം മണി 7:30. മുട്ടായി മേടിക്കാൻ വേണ്ടി വന്നതാണ്. മുട്ടായി മേടിക്കാൻ വന്നിട്ട് നോക്കി വേറെ കുറച്ച് സാധനങ്ങളോടൊക്കെ ഞങ്ങൾ മേടിച്ചു. സ്കൂൾ തുറക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം വീട്ടിലെത്തിയിട്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ നിങ്ങളെയൊന്ന് പുറത്തിറങ്ങി വീടെത്തിയതിന് ശേഷം മുട്ടായി കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് മുട്ടായി കാണിച്ചില്ല, അതൊന്നും വാങ്ങിച്ചു. ഞങ്ങൾ ആദ്യം വീടെത്തിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് നോക്കി അങ്ങനെ പല സാധനങ്ങൾ വാങ്ങിച്ചു. ചോക്ലേറ്റ് മയമാണ്. ഞങ്ങളെന്തായാലും വീടെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ വീടെത്തി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും മഴയുടെ ലക്ഷണമായിരുന്നു. കൂടുന്നതിന് മുന്നേ 2 വീലറിലാണ് പോയത്. 2 വീലറിൽ പോയതുകൊണ്ട് ഇപ്പോഴെങ്കിലും എത്തി. കാറിലായിരുന്നെങ്കിൽ ഇന്നെത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണം മഴയും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീടെത്താനാണ് നോക്കിയത്. മഴ കൂടിയിട്ടുണ്ടെങ്കിൽ പണിയാവുമായിരുന്നു. അപ്പോൾ വീടെത്തി. ഈ മുട്ടായി മേടിച്ചത് കാണിക്കണ്ടേ. ഇത് അപ്പോൾ ദേ ഇത്, പിന്നെ ദേ 5 സ്റ്റാറിൻ്റെ ഒരു സംഭവം, പിന്നെ ദേ ഇത്രയും മിഠായിയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ദേ ബിസ്ക്കറ്റ് ചോക്ലേറ്റിൻ്റെ. അത്യാവശ്യം എല്ലാത്തിനും ഓഫറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ മെയിനായിട്ട് ഈ സംഭവം
മുട്ടായി മേടിക്കാനാണ് പോയത്. പിന്നെ ഒരാൾക്ക് കാരയ്ക്ക വേണമെന്ന് പറഞ്ഞ് കാരയ്ക്ക ഉപ്പിലിട്ടത്. ഇതാണ് സംഭവം. അപ്പം അത് മേടിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് ചിക്കനൊക്കെ മേടിക്കണമായിരുന്നു, അതൊക്കെ മേടിച്ചു. ഇവിടെ എന്നെ ഡയറി മിൽക്ക് ചാടി പിടിച്ച പാറൂനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ ദേഹമൊക്കെ വേദനിച്ച് ചാടിയത്. ആ ഡയറി മിൽക്ക് ചാടി പിടിച്ചിട്ട് പാറു കിടക്കണ കിടപ്പാണ്. ഇവിടെ ഡയറി മിൽക്ക് കാണുന്നതാണ്. കൂടുതൽ മുട്ടായി എടുക്കരുത്. ഡയറി മിൽക്ക് കാണുമ്പോൾ ആവേശം കണ്ടോ. മാറിയേ ഡയറി മിൽക്ക് തിന്നാൻ ചാടുന്ന കാട്ടോൺ. ഡയറി മിൽക്കിനുള്ള ചേട്ടമാണ്. കിട്ടിയ ഡയറി മിൽക്ക് പാറു, ഡയറി മിൽക്ക് കിട്ടിയ? ആ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇപ്പം തന്നെ രാത്രിയായി. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് സത്യമായ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു കറി വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും വെച്ചെങ്കിൽ രാവിലെ എളുപ്പമായിരുന്നു. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് വെക്കാനേ പറ്റുള്ളൂ. വെച്ച് നമ്മൾ നാളെ തൊട്ട് സ്കൂൾ തുറക്കണം, രാവിലെ ഇറങ്ങണം. സ്കൂൾ നേരത്തെ തുറന്നു, എന്നാലും ഇപ്പം ഇനിയിപ്പം രണ്ടുപേർക്കും തുറന്നത് കാരണം രാവിലെ നേരത്തെ ഇറങ്ങണം. അപ്പോൾ അത് കാരണം കറി വെച്ചൊക്കെ വെക്കണം എന്നുള്ള ഐഡിയ ആയിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ തന്നെ രാത്രിയായി. അത് കാരണം ഇനിയിപ്പോൾ വീഡിയോ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വെക്കുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത് കാരണം എന്തായാലും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് സമയം പോലെ ഇരിക്കും ആഹാരം ഉണ്ടാക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും കഴിക്കാം. അപ്പോൾ ഇത് കണ്ടോ ഒരു സംഭവം. ഇത് ഹണി കേക്കാണ്, ബിഹേവിൻ്റെ ഹണി കേക്കാണ്. ഞാനിത് കഴിച്ചിട്ടില്ല ഇതുവരെ. നല്ല സംഭവമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടില്ല. ഹണി കേക്കാണ്, പക്ഷെ എനിക്കത് വലിയ പിടുത്തമൊന്നും തോന്നില്ല. എനിക്കിഷ്ടമില്ല. സംഭവം നല്ലതൊക്കെ തന്നെ, എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും കറി ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചപ്പോൾ മോള് കയറാമെന്ന് പറഞ്ഞു കിച്ചണിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്യേണ്ടതാണ്. തയ്ച്ചു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ പോവാം. അവൾ കുക്കിങ്ങിന് കയറാമെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ തീരുമാനിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയം മണി 10 എത്രയും പെട്ടെന്ന് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് വേണം ഇനി ഈ പറഞ്ഞ ബാക്കിയൊക്കെ ഒതുക്കിയിട്ട് പോയി കിടക്കാൻ. നാളെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണം, രാവിലെ എണീക്കണം, ഇറങ്ങണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ഒരാൾ അടുക്കള കയറിയിട്ടുണ്ട്. മഷ്റൂം മേടിച്ചിട്ട് വന്നായിരുന്നു. നമ്മളെ മാളിൽ നിന്ന് മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് വെക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് മുകളിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇവിടെ എന്താന്ന് നോക്കട്ടെ. ഇവിടെ മഷ്റൂമൊക്കെ തട്ടിയിട്ടുണ്ട്. എളുപ്പത്തിലുള്ള പരിപാടിയാണ് പറഞ്ഞു. നമ്മളിപ്പോൾ യൂട്യൂബിൽ തപ്പി നോക്കിയപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനാണ് ഇറങ്ങിയത്. അതേ മഷ്റൂമൊക്കെ മസാലയൊക്കെ ഇട്ട് നമ്മളെ കിച്ചണിലേക്ക് പാറ വെളിയിൽ പാറിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നോക്കി എങ്ങനെയിരിക്കും. കണ്ണാടി വെച്ച് കൊടുത്തപ്പോൾ അതിനെ താഴത്തള്ളിയിട്ട് അപ്പോൾ അതേ മഷ്റൂം ഏകദേശം
ഇതിപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയല്ലേ? ഓ, വെള്ളം ഒഴിച്ചില്ലല്ലോ. വെള്ളം ഒഴിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെറിയ ഇതിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്ക് പോകാമല്ലോ. അപ്പോൾ അവളെന്തായാലും കിച്ചണിലെ സംഭവം നോക്കിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് പെട്ടെന്നൊന്ന് റെഡിയായിട്ട്, ഒരുപാടൊന്നും വലിയ സമയമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പോകാം. ഒരു പൊട്ടും വെച്ചിട്ട് കരിയും കൂടെ എഴുതിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശല്യപ്പെടുത്താനായിട്ട് ഒരെണ്ണം കയറി വന്നിട്ടുണ്ട്, വെച്ച കറിയും കൊണ്ട്. ആ പാത്രം കൊണ്ട് മുകളിൽ കയറി വന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ കണ്ടു ഞാൻ തോന്നോളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. തരില്ല, നന്നായിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്നുമില്ല, ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള, ഒരു പച്ചമുളക് എന്നിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്രയും മാത്രമേ ചേർത്തുള്ളൂ. മല്ലിപ്പൊടി ഇട്ടോ? ആ, ഒരു മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ മഷ്റൂം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ വേവിച്ചെടുത്തു. അവസാനം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് എടുത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേകാനായിട്ട്. അപ്പോൾ സംഭവം എന്തെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം അവള് ഉണ്ടാക്കിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് എടുക്കാൻ, കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് നിൽക്കണം നിൽപ്പുണ്ടോ. ആ പാത്രവും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ, ഞാൻ വീഡിയോ എടുക്കട്ടെ. ബാക്കി ഇനി നമുക്ക് ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് എടുക്കണം. എന്തായാലും അതെടുക്കാം. നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. നമ്മളൊരു മഷ്റൂം തിന്നാൻ വേണ്ടി നിൽക്കണം നിൽപ്പാണ്. അതെൻ്റെ ചിക്കൻ ഫ്രൈ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. ചിക്കൻ എന്നാണ് വിചാരിച്ച കൊച്ച്, പക്ഷെ പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. കഴിച്ചാ? ആ, അപ്പൊ കഴിച്ച് സംഭവം കൊള്ളാം. പാറു കൊള്ളാവോ? പാറു ആ, പാറുവിന് ഇഷ്ടപ്പെട്ടു. പാറുവിന് ഇഷ്ടപ്പെട്ട്. അപ്പോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊക്കെ ഇനി എഡിറ്റ് ചെയ്തിട്ട് റീലായിട്ട് പോസ്റ്റ് ചെയ്യണം. അതൊന്നും ഇന്ന് നടക്കത്തില്ല, അതൊക്കെ ഇനി നാളെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മണി 11:30 ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ എണീക്കുന്ന ഒന്നും നടക്കത്തില്ല. എന്തായാലും രാവിലത്തേക്കുള്ള നമ്മൾ എന്താ പറയുക കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ രാവിലെ ദോശയോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ആ ഒരു ജോലി കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ശരിക്കും ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ തന്നെ എനിക്ക് വേറെ ആവശ്യമായിട്ട് പോവേണ്ടി വന്നത് കാരണം ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേനും ലേറ്റായി, വൈകിട്ടായി തിരിച്ച് വന്നപ്പോൾ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മരണം നടന്നു, അതിൻ്റെ ചടങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതിന് അറ്റൻഡ് ചെയ്തിട്ട് നേരത്തെ വരണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. വൈകുന്നേരമായി ഞാൻ വന്നപ്പോഴത്തേനും. അപ്പോൾ അത് കാരണം ഇന്നത്തെ എല്ലാ പരിപാടികളും പോയി. നമ്മൾ വിചാരിച്ച രീതിക്ക് അത് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും മുടങ്ങി. പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാളിപ്പോയ സംഭവം എടുത്തതാണ്. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ സംഭവം അത്രേ ഉള്ളൂ. അതൊന്നും വലുതായിട്ട് എടുത്തിട്ടില്ല, അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആ വീഡിയോ എടുത്ത് ഇതും കൂടി സംഭവം നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.